നമസ്കാരം. ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ ആമാശയ രോഗങ്ങൾ എന്നതാണ് വിഷയം. ഈ വിഷയത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഗാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിലെ ചീഫ് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആൻഡ് ലിവർ സർജൻ ഡോക്ടർ ബൈജു കുണ്ടിൽ ആണ്. അദ്ദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS-ഉം ചണ്ഡീഗഡ് മെഡിക്കൽ കോളേജിൽ നിന്ന് MS-ഉം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് MCH-ഉം പാസ്സായ ശേഷം ജപ്പാനിൽ വെച്ച് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പും ചെയ്തു. അതോടൊപ്പം തന്നെ അതിനുശേഷം ഹോങ്കോങ്ങിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷനിൽ വിദഗ്ധ പരിശീലനം ഫെലോഷിപ്പോടുകൂടി വിദഗ്ധ പരിശീലനവും നേടി. 25ഓളം പേപ്പറുകൾ നാഷണൽ ജേണലുകളിലും 20ഓളം റിസർച്ച് പേപ്പറുകൾ ഇന്റർനാഷണൽ ജേണലുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല പേപ്പർ പ്രസന്റേഷനുള്ള 3 തവണ ഇന്റർനാഷണൽ ലെവലിൽ ബെസ്റ്റ് പേപ്പർ പ്രസന്റേഷൻ അവാർഡ് കരസ്ഥമാക്കുകയുണ്ടായി. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമസ്കാരം സർ. നമസ്കാരം സർ. നമ്മുടെ ഇന്നത്തെ വിഷയം ആമാശയ രോഗങ്ങൾ എന്നാണ്. അപ്പോൾ ഈ ആമാശയം എന്താണ്? ഈ ആമാശയം എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? വയറിന്റെ മുകൾ ഭാഗത്തായിട്ട് അന്നനാളം വന്ന് ചേരുന്ന ഭാഗമാണ് ആമാശയം. അന്നനാളത്തിലൂടെ ഭക്ഷണം വന്ന് വയറിലേക്ക് വരുന്ന ഭാഗമാണ് ആമാശയം. ആമാശയത്തിൽ വെച്ചിട്ടാണ് ഈ ആമാശയത്തിന്റെ യഥാർത്ഥ ആക്ഷൻ എന്ന് പറയുന്ന ദഹനം അവിടെ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ കൂടുതലും അതൊരു കപ്പാസിറ്റി അതായത് സ്റ്റോറേജ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ദഹനത്തിന്റെ തുടക്കം നടക്കുന്നത് ആമാശയം കൂടുതലും ഒരു സ്റ്റോറേജ് ആണ്. നമ്മുടെ ഈ ഭക്ഷണ സാധനങ്ങൾ ആദ്യമായിട്ട് നമ്മൾ തിന്നുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇതിന്റെ ധർമ്മം. ഈ ആമാശയത്തിൽ കുറെ ഈ രസങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട്, ഹൈഡ്രോക്ലോറിക്. എന്തൊക്കെയാണ് ഈ ആമാശയങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്? ആമാശയത്തില് ദഹനരസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രോട്ടീൻ ദഹിപ്പിക്കുന്ന ദഹനരസങ്ങളുണ്ട്. പിന്നെ ദഹനത്തിനെ സഹായിക്കുന്നതിനായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീഷൻസ് ഉണ്ടാകുന്നുണ്ട്. മെയിൻലി ഈ 2 ഘടകങ്ങളാണ് സെക്രീഷൻ ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ B12, കഴിക്കുന്ന വൈറ്റമിൻ B12 അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഘടകമുണ്ട്. ഇൻട്രിൻസിക് ഫാക്ടർ എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ സെക്രീഷനും അതിന്റെ പ്രൊഡക്ഷനും ആമാശയത്തിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. സാർ, ഇപ്പൊ ഈ ആമാശയത്തിന് വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണ്? ആമാശയത്തിൽ വരുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന അൾസർ രോഗങ്ങൾ, വ്രണം അല്ലെങ്കിൽ അൾസർ രോഗങ്ങളാണ് ആമാശയത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പ്രായഭേദമന്യേ ഒരുമാതിരി എല്ലാവർക്കും കണ്ടുകൊണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ അൾസർ രോഗം. പിന്നെയുള്ളത് ശരീരത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് പോലെ തന്നെ ക്യാൻസർ രോഗങ്ങളും ആമാശയത്തിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ അൾസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അൾസർ ഇപ്പോ കൂടുതലായിട്ടും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് ഈ അൾസർ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലൈഫ് സ്റ്റൈല്, നമ്മള് സ്പൈസി ഫുഡ്, പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യൻസ്, ഇന്ത്യക്കാരെന്ന് പറയാം, എന്നാലും കൂടുതലായിട്ട് സൗത്ത് ഇന്ത്യൻസ് കഴിക്കുന്ന ഭക്ഷണം വളരെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണ രീതിയാണ്. ഈ മുളകെല്ലാം കൂടുതൽ മുളക്, മല്ലി, മഞ്ഞൾ ഇതില്ലാതെ ഒരു ഭക്ഷണത്തിനെ കുറിച്ച് ഒരു മലയാളിക്കും ചിന്തിക്കാനേ പറ്റത്തില്ല. പുളി ഇതില്ലാതെ ഒന്നും ഇല്ല. നമ്മള് ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിലും ഈ വെസ്റ്റേൺ കൺട്രീസിൽ അവര് കൂടുതൽ നോൺ വെജിറ്റേറിയൻസ് ആണ്. പക്ഷെ നമ്മൾ ചേർക്കുന്ന മസാലകൾ അവർ ചേർക്കില്ല. അവരുടെ എന്ന് പറഞ്ഞ ഒരു ബ്ലാൻഡ് ആയിട്ടുള്ളതാണ്. അവർ മസാലകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ ചേർക്കുന്നത് അൾസർ പോലെ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു. തീർച്ചയായും അൾസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഒരു കാരണം അത് ആഹാര രീതി തന്നെ. പിന്നെ നമ്മളുടെ ഈ ജീവിതത്തിന്റെ ജോലി തിരക്കും മറ്റു കാര്യങ്ങളും സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, സമയം തെറ്റിയാണ് പലരും. ഇപ്പൊ തിരക്ക് കാരണം സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതൊരു ഇതാണ്. പിന്നെ ജോലിയിലുള്ള സ്ട്രെസ്. ഹലോ 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 ഡോക്ടർ, ആരാ വിളിക്കുന്നത്? രാജേഷ് വടക്കേ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഡോക്ടർ, ഈ 1-2 വർഷമായിട്ട് ഇങ്ങനെ ഭക്ഷണം മൊത്തം ശരീരത്തിന് അവിടെയെല്ലാം വേദനയും പിന്നെ അല്പം വയറ് വീർത്ത പോലെ ഇരിക്കുന്നത് ഈ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും? ഒന്നുകൂടി തെളിച്ചു പറയും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണോ വയറ് വീർത്തിരിക്കുന്ന പോലെ തോന്നുന്നത്, അതോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണോ ബുദ്ധിമുട്ട്? ഈ എയർ കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അസ്വസ്ഥത, ഭയങ്കര അവിടെ എവിടെയും മേലിന് മൊത്തം വേദന, തലക്കൊരു ഇച്ചല്. അത് കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറെ കാണുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഡോക്ടറെ കാണിച്ച് ചില സമയത്ത് ഈ അടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു. എത്ര വയസ്സായിട്ടുണ്ട്? 30 വയസ്സ്. 30 വയസ്സ്. ഇപ്പൊ എത്ര നല്ലോണം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ്, ഇറച്ചിയെല്ലാം നല്ലോണം കഴിക്കുന്ന കൂട്ടത്തിലാണ്. അതെ, സമയത്തിന് ഭക്ഷണം കഴിക്കുമോ അതോ
സമയത്ത് ഭക്ഷണം കൂടുതലായിക്കോ ഇടയ്ക്കൊക്കെ കഴിക്കുന്നുണ്ട്. ഇടയ്ക്ക് കഴിക്കുന്നതുണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ നാട്ടില് കൂടുതലായിട്ട് ആളുകൾ പറയുന്ന ഒരു അസുഖമുണ്ട്, ഗ്യാസ് ട്രബിൾ. അപ്പൊ ഞങ്ങള് OP-യിൽ ഇരിക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നതാണ് ഒരു ഗ്യാസ് ട്രബിൾ. അവരുടെ ഒരു ഡയഗ്നോസ് ആയിട്ട് പലരും പല രീതിയിലാണ് പറയുന്നത്. ഇത് എന്താണ് രോഗം എന്നുള്ളത് വേദനയല്ല അവരുടെ മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ്, എന്തോ ഒരു ഡിസ്കംഫർട്ട്. ഇപ്പൊ ഈ പറഞ്ഞ രാജേഷ് വർക്കി പറയുന്ന പോലെ തന്നെ എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, വയറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അസ്വസ്ഥതയുണ്ട്. അതാണ് ബേസിക്കലി ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. നമ്മള് മെഡിസിനിൽ നമ്മുടെ സയൻസിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പെപ്സിയ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവർക്ക് രോഗം ശരിക്കും വേദനയല്ല, എന്നാ വയറിലുള്ള ബിമ്മിഷ്ടം എന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ ബിമ്മിഷ്ടം എന്നോ ബുദ്ധിമുട്ടോ, വയറ് വീർത്തു വരുന്നു, കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നു, അതിന് നല്ല വിശപ്പുണ്ടെന്ന് പറയും, പക്ഷെ ഒരു ഇഡ്ഡലി കഴിക്കുമ്പോഴേക്കോ ഒരു ദോശ കഴിക്കുമ്പോഴേക്കോ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നു, പിന്നെ ഇതേപോലെ ഏമ്പക്കം വരിക, ഇത് പറയും. അപ്പോൾ ഡിസ്പെപ്സിയ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാരുടെ ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത് ഡിസ്പെപ്സിയ ആയിരിക്കാം. പിന്നെ നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അവർ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, പെട്ടെന്ന് വയറിലാകെ ഒരു സംഭ്രമം, വയറ്റിൽ നിന്ന് പോകണം തോന്നും, ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റിൽ നിന്ന് പോകണം, പക്ഷെ പോകണം തോന്നി പോകുമ്പോൾ അവിടെ ഒന്നും പോകത്തില്ല. ഇത് ഒരു 3-4 തവണ പോകേണ്ടി വരും. അപ്പൊ ഈ ഇത് രണ്ടിന്റെയും കോമ്പിനേഷനാണ് ഈ ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത്. ഈ പുള്ളിക്ക് 30 വയസ്സായിട്ടുള്ള പുള്ളിയുടെ പറഞ്ഞു കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരു ഭക്ഷണക്രമത്തിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ഫാറ്റി ഫുഡ് കുറച്ച് കഴിക്കുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഈ പെട്ടെന്നൊരു വയറ് നിറഞ്ഞു എന്ന് തോന്നില്ല, ആകെ ഒരു ബിംബിഷ്ടം പോലെ ഉണ്ടാവാം. ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ലൈഫ് സ്റ്റൈൽ രോഗം എന്ന് പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ഒരു അച്ചടക്കമില്ലായ്മ തന്നെ ആയിരിക്കണം പുള്ളിയുടെ പ്രോബ്ലം. പുള്ളിക്ക് ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആമാശയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് അത് തീരുമാനമാക്കി തരാം. അപ്പോ രാജേഷേ, പിന്നെന്താ, ഏത് ദിവസവും വരാം. ഓക്കെ, താങ്ക് യു. സാർ, ഇപ്പൊ നമ്മള് ഇപ്പം പറഞ്ഞു, സാർ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളാണ്, ജീവിതശൈലി കൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ. അതിലിപ്പം നമ്മൾ സാർ പറഞ്ഞു ഇപ്പൊ മസാല പോലെ തന്നെ, അതുപോലെ നമ്മൾ ഇപ്പം വറുത്തതും പൊരിച്ച സാധനങ്ങൾ കൂടുതൽ തിന്നു, ഇത് അൾസറിന് കാരണമായി തീരും? ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ കഴിക്കുന്നത് പുറത്തുനിന്ന് മേടിക്കുന്ന വറുത്തത് കഴിക്കുമ്പോൾ അതിൽ ട്രാൻസ് ഫാറ്റ് എന്ന് പറയാം, അതായത് ഫാറ്റ്, ഈ വെളിച്ചെണ്ണയൊക്കെ കുറേ പ്രാവശ്യം ചൂടാക്കുമ്പോൾ അതിന് നമ്മൾ കീടമടിയാന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ ട്രാൻസ് ഫാറ്റിന്റെ അളവ് കൂടും. അത് ഒരുപാട് ഈ ഫാറ്റി ഫുഡ് തന്നെ ആമാശയത്തിൽ ഒരുപാട് കൂടുതൽ സ്റ്റാസിസ് ഉണ്ടാകുന്നത്, അതിന്റെ എംപ്റ്റിങ് കുറെ ടൈം എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ആമാശയത്തിൽ കിടന്ന് അതിന്റെ ദഹനവും അല്ലെങ്കിൽ അതിന്റെ ആമാശയത്തിൽ നിന്ന് താഴോട്ട് ചെറുകുടലിലേക്ക് പോകണം, ദഹന പ്രക്രിയ പൂർത്തിയാവാനായിട്ട്. പക്ഷെ അത് തന്നെ പോകാനുള്ള സമയം എടുക്കുന്നു, കൂടുതൽ ആ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഇതല്ല. അപ്പൊ ദഹനം പ്രക്രിയയെ തന്നെ വളരെ ബാധിക്കും. പിന്നെ ട്രാൻസ് ഫാറ്റ് കൂടുതൽ കഴിക്കുന്നത് കൂടുതൽ ക്യാൻസറുകൾക്കും മറ്റൊരു കാരണമാക്കുന്നു. അതുപോലെ ഇപ്പൊ ആൾക്കാരൊന്നും ഈ തടിയനങ്ങാണ്ടുള്ള ജീവിത രീതിയല്ലേ, അത് ഇതിന് പ്രത്യേക കാരണമായി തീരുന്നു. ഉണ്ട്. ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഞാനാണ്. എന്താ പേരെന്താ? കണ്ണൂരിന്ന്. ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, പിന്നെ എന്റെ ഭർത്താവിന് കൊളസ്ട്രോൾ ഉണ്ട് 285, പിന്നെ ലിവറില് വെള്ളം നിറഞ്ഞിന്ന് പറഞ്ഞു ഡോക്ടർ. വെള്ളം നിറഞ്ഞു എന്നാണോ, ഫാറ്റ് അതായത് കൊഴുപ്പ് അടിഞ്ഞുകൂടി എന്നാണോ പറഞ്ഞേ? അല്ല, ലിവറില് വെള്ളം ഉണ്ട്, നീരുണ്ട് എന്ന് പറഞ്ഞു. അത് ശരി. എന്നിട്ട് 6 മാസത്തേക്ക് വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞ ഒരു ഗുളികയും പിന്നെ വേറെ ഒരു ഗുളികയും കൊടുത്തിട്ടുണ്ട്. അത് 6 മാസം കഴിച്ചാൽ ഭേദാവും അറിയുന്നത്. അത് കൊളസ്ട്രോൾ കൊണ്ടാണോ? എനിക്ക് തോന്നുന്നത് ഇവര് വീക്കം എന്നായിരിക്കും, കരൾ വീക്കം എന്നാവും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഫാറ്റി ലിവർ. അത് നമ്മളിപ്പോ ഫാറ്റി ലിവർ ആയിരിക്കും, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കും ഫാറ്റി ലിവർ. ഇപ്പൊ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോഴായിരിക്കും അവരത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അത് അതെ, വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ്. ഞങ്ങളിപ്പോ ഔട്ട് പേഷ്യന്റ് ഇതിലിരിക്കുമ്പോൾ വളരെ ആൾക്കാർ എക്സ്പെർട്ട് ഒപ്പീനിയൻ ആയിട്ടൊക്കെ വരും ഫാറ്റി ലിവർ ഉണ്ടെന്നുള്ളത്. അതും ഇതുപോലെ തന്നെ ജീവിതശൈലി വരുന്ന നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിലും, ഇപ്പൊ നിങ്ങൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ വ്യായാമമില്ല, വളരെ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ എല്ലാവരും. പിന്നെ അത് മാത്രമല്ല സ്ട്രെസ്സാണ്. ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറ
കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ സ്ട്രെസ്സുള്ള ജോലിയാണ്. അത് മാത്രമല്ല ഇപ്പോൾ രാവിലെ നമ്മളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ 8 മണിക്ക് തുടങ്ങിയാൽ രാവിലെ രാത്രി 8 മണി വരെയൊക്കെ ജോലിയുണ്ട്. അപ്പോൾ എക്സസൈസ് ചെയ്യാനൊന്നും ഒരു സമയമില്ല. അപ്പോൾ എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ്, നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് തന്നെ ലിവറിൽ അടിഞ്ഞുകൂടുകയാണ്, കൊഴുപ്പ് കൂടുകയാണ്. അത് ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അത് വളരെ വലിയ ഒരു എപ്പിഡമിക് എന്ന് പറയും. അത് വളരെ ഹെൽത്തിനെ ബാധിക്കുന്ന വളരെ പ്രധാന പ്രശ്നമാണ്. അത് ഇപ്പോൾ സിറോസിസിലേക്ക് ഈ കള്ളു കുടിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നു ഈ ആൽക്കഹോൾ അല്ലാത്തത് തന്നെ ഫാറ്റി സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ്, നോൺ ആൽക്കഹോളിക്, നാഷ് എന്നാണ് അതിന്റെ നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ്. അത് പറയുന്ന നാഫിൾഡ് എന്ന് പറയും, നോൺ ആൽക്കഹോൾ ഫാറ്റി ലിവർ ഡിസീസ്. നമ്മുടെ അവിടെ കൂടുതൽ കാണുന്ന ഈ നാഫിൾഡ് ആണ്. അത് ഹെപ്പറ്റൈറ്റിസ് വേണമെന്നില്ല. ഇവരുടെ രോഗിക്ക് അതാണ്. ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല. മരുന്നുകൾ ഉണ്ടായിരുന്ന ഒരു മരുന്ന് ഉണ്ടായിരുന്ന പയോഗ്ലിറ്റസോൺ എന്ന് പറഞ്ഞ ഒരു മരുന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് അത് നിരോധിച്ചു. പിന്നെയുള്ളത് ഈ വൈറ്റമിൻ ഇ ആണ്. അത് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ, വീക്കം ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കള്ളുകുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കള്ളുകൂടി നിർത്തുക തന്നെ വേണം. അതിന്റെ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് കള്ളുകൂടി നിർത്തിയേ മതിയാവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഒരു ജീവിത രീതിയിലെ മാറ്റം വരുത്തുക. കൊളസ്ട്രോളിന് എന്തായാലും മാറ്റങ്ങൾ ഇവർ വരുത്തേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഭക്ഷണ രീതി, ഭക്ഷണ രീതിയിൽ മാറ്റം വരണം. ഈ വറുത്തതും പൊരിച്ചതും മുഴുവനായിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മലയാളിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഈ ഒരു ഫ്രൈഡ് ഫിഷോ അല്ലെങ്കിൽ പൊരിച്ച മീൻ, മറ്റേ കോഴിയൊക്കെ കഴിക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് മാറ്റുക, ദിവസവും കഴിക്കുന്നതിൽ നിന്നും മാറ്റുക. പിന്നെ അത് മാത്രമല്ല പുറത്തുനിന്ന് മേടിക്കുന്ന മറ്റേ ഫ്രൈഡ് ചിപ്സ് ഇതൊക്കെ ഒഴിവാക്കുക. ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. അതായത് അവരുടെ ലാഭത്തിന് മാത്രം, അല്ലെങ്കിൽ അവരുടെ ഇതുകൊണ്ടാണ് അവർ റിപ്പീറ്റഡ് ആയിട്ട് ചൂടാക്കി കൊണ്ടേയിരിക്കുന്നത്. അത് ഒഴിവാക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുക. പിന്നെ റെഗുലർ ആയിട്ട് എന്തെങ്കിലും എക്സസൈസ്. മരുന്നുകൾക്ക് ഇതിൽ ഉള്ള റോള് വളരെ ലിമിറ്റഡ് ആണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുകയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഇതൊക്കെ നോക്കണം. കൊളസ്ട്രോൾ കൺട്രോൾഡ് ആണോ, കൊളസ്ട്രോൾ ലെവല് കൺട്രോൾഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. ജീവിത രീതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അത് ഭക്ഷണ രീതിയിലും പിന്നെ വ്യായാമം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പ്രതിവിധി. താങ്ക് യു ഫോർ കോൾ. സാർ ഇപ്പോൾ പറഞ്ഞു, ഇപ്പം ലിവർ ഫാറ്റി ലിവർ വളരെ കൂടുതലായി കണ്ടുവരുന്നു. അപ്പൊ ഈ ഫാറ്റി ലിവർ പോകാൻ വേണ്ടി നമ്മൾ എത്ര കലോറി, ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണ രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം കാലറി ഉണ്ട് എന്നതിനെ പറ്റി ഒരു ബോധ്യം വേണം. നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ പലരും കിട്ടുന്നതിന്റെ പല രീതിയിലും, പക്ഷെ എന്നാലും ഒരു പരിധി വരെ നമ്മൾ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും പൊതുവെ. അപ്പോൾ അതൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ചിലപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ട് നമ്മുടെ കാലറി ബേൺ ചെയ്ത് കൂടുന്നുണ്ടാവില്ല. ഹലോ ആരാ വിളിക്കുന്നത്? സാറേ, ഇത് തളിപ്പുറമെന്ന് വിളിക്കുന്നതാ. എന്താ പേരെന്താ? പ്രകാശ്. ഗുഡ് ഈവനിങ് പ്രകാശ്, ചോദിച്ചോളൂ. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, എനിക്കൊരു അസിഡിറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അസിഡിറ്റിന്റെ അത് ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. പക്ഷെ എനിക്കിപ്പം പിന്നെ പൊരിച്ചത് കഴിച്ചിട്ടില്ലെങ്കിലും ചില സമയത്ത് ഞങ്ങളായിട്ട് ഈ പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോ വായിൽ ഭയങ്കര കയ്പ് വരില്ല. അസിഡിറ്റിയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ മെയിൻ ആയിട്ട്? വായില് കയ്പ് വരുന്നു എന്നൊരു ഒരു പ്രോബ്ലം മനസ്സിലായി. വേറെ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? വേറെ ഇത് ഗ്യാസിന്റെ ഭയങ്കര പ്രശ്നമാണ്. എന്ന് പറഞ്ഞാ ഒന്നുകൂടി തെളിച്ചു പറയോ? കുറച്ച് താമസിച്ചെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മണിക്ക് കഴിക്കുന്ന 2-2:30 ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിച്ച ഉടനെ കക്കൂസിൽ കൊണ്ടൊരു അവസ്ഥ. അത് ശരി. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 41. എന്താണ് ജോലി? മെക്കാനിക്കാണ് സാർ. മെക്കാനിക്കാണ്. നിങ്ങൾ എൻഡോസ്കോപ്പി ചെയ്തു എന്ന് പറഞ്ഞു. അത് എത്ര കാലം മുമ്പാണ്? എവിടെ, എന്താണെന്ന് അതിൽ പറഞ്ഞത്? അത് ഞാൻ ചെയ്തത് ധനലക്ഷ്മിന്ന് ശർമ്മ സാറാ ചെയ്തത്. അത് ആസിഡ് പവർ കൂടുതലാണെന്ന് അന്ന സമയത്ത് പറഞ്ഞു. അത് ശരി. നമ്മുടെ ശരീരത്തിലെ ആസിഡിന്റെ സെക്രീഷൻ ഉണ്ടാകുന്നത് 3 ഫേസ് ആയിട്ടാണ്. സെഫാലിക് ഫേസ് എന്ന് പറയും. അതായത് നമ്മളൊരു ഭക്ഷണത്തിനെ പറ്റി ചിന്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണത്തിനെ പറ്റി ഭക്ഷണം കാണുമ്പോഴേ അതൊരു സ്റ്റിമുലേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഭക്ഷണം നമ്മുടെ ആമാശയത്തിൽ എത്തുമ്പോൾ, പിന്നെ ആമാശയത്തിൽ നിന്ന് പുറത്ത് താഴെ ചെറുകുടലിൽ എത്തുമ്പോഴും ഒരു സെക്രീഷൻ. 3 ഫേസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഈ സെഫാലിക് ഫേസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേസ്. ഒരു 60% അതിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന, ആസിഡിന്റെ സെക്രീഷൻ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വരിക എന്ന് ആൾക്കാർ പറയാം. സ്ട്രെസ് ഉണ്ടെങ്കിൽ ചില ആൾക്കാർ വളരെ സെൻസിറ്റീവ് ആണെന്ന് പറയും. അവർക്ക് ചെറിയ കാര്യങ്ങൾ ഉണ്ടായാലും അതിന് വളരെ സെൻസിറ്റീവ് ആയിരിക്കും.
അപ്പോൾ സെഫാലിക് ഫേസിൽ ഉണ്ടാകുന്ന സെക്രീഷൻസ് അവർക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈ പുള്ളിക്ക് ഈ പറയുന്ന വായിലോട്ട് കയ്പ്പ് വരുന്നു എന്നാണ്. അത് റിഫ്ലക്സ് ഡിസീസിന്റെ ഇതും കൂടിയാണ്. അതായത് ആമാശയത്തിലുണ്ടാവുന്ന ആസിഡ് അല്ലെങ്കിൽ ആമാശയത്തിലുണ്ടാകുന്ന ദഹനരസങ്ങളും അന്നനാളത്തിലേക്ക് സാധാരണ നിലയ്ക്ക് വരാൻ പാടില്ല. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വാൽവ് ഉണ്ട്, ആമാശയവും അന്നനാളവും ചേരുന്നത്. ആ വാൽവിന് പല കാരണങ്ങൾ കൊണ്ട് വീക്കായിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ഈ ആസിഡ് അന്നനാളത്തിലേക്ക് മുകളിലേക്ക് കയറും. അങ്ങനെയാണ് ഈ വായിൽ കറുപ്പ് വരുന്നു, കയ്പ്പ് വരുന്നു എന്നവർ പറയുന്നതിന്റെ കാരണം അതാണ്. അത് പുള്ളിക്ക് ആസിഡിന്റെ ഇത് കൂടുതലുണ്ടായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ആസിഡിന്റെ സെക്രീഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ പുള്ളിക്ക് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പൊ സമയം തെറ്റി ഭക്ഷണം കഴിച്ചാൽ ബുദ്ധിമുട്ട് വരുന്നു എന്ന് പറയുന്നത് അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ സമയം തെറ്റാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിന് മരുന്നുകളൊന്നും അല്ല അത്യാവശ്യം. പിന്നെ ആസിഡിന്റെ സെക്രീഷൻ കൂടുന്നതിന് ഇപ്പൊ ഇഷ്ടം പോലെ മരുന്നുകൾ ആസിഡിന്റെ സെക്രീഷൻ കുറയ്ക്കുന്നതിന് അതിനെ കൺട്രോൾ ആവുന്നതിന് വേണ്ടിയിട്ട് ഉണ്ട്. അപ്പൊ ഈ ഇങ്ങനെ ആസിഡിന്റെ സെക്രീഷൻ കുറക്കാൻ ഈ സസ്യ ബുക്കാണോ നല്ലത്, മാംസ ബുക്കാണോ നല്ലത്? മാംസം കഴിക്കുന്നതാണോ നല്ല, അല്ല ജീവിതശൈലിയിൽ മാംസത്തിന് മാംസാഹാരം മോശമാണെന്ന് പറഞ്ഞുകൂടാ. മാംസാഹാരം വളരെ അത്യന്താപേക്ഷം തന്നെയാണ്. അതായത് പല പോഷകാഹാരങ്ങളും സസ്യാഹാരങ്ങളെക്കാളും കൂടുതൽ മാംസാഹാരങ്ങളിൽ നിന്നാണ്. പക്ഷെ നമ്മൾ എന്താണ് കഴിക്കുന്ന രീതികൾ, അത് ഫ്രൈഡ് ആയിട്ട് കഴിക്കുന്നു പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഹോട്ടലുകളിൽ നിന്നോ മറ്റുള്ളവർക്ക് കഴിക്കുമ്പോൾ അത് വൺസിന് അത് വല്ലപ്പോഴും ഒരിക്കൽ കഴിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അത് വല്ലാണ്ട് ബാധിക്കത്തില്ല. പക്ഷെ ഒരു പരിധി വരെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇത്. സ്പൈസിയാണ് ഈ നമ്മൾ കഴിക്കുന്ന മാംസാഹാരങ്ങൾ പലതും. അത് മാംസാഹാരങ്ങൾ പൊതുവെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് മാത്രമല്ല അതിന്റെ പ്രശ്നം. ഇദ്ദേഹത്തിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണ രീതിയിൽ കുറേശ്ശെ കൂടുതൽ തവണകളായിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ നമ്മുടെ ഒരു പൊതുവെയുള്ള ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇടനേരം കൂടി കൂടുതൽ കഴിക്കുക. രാവിലെ 11 മണി ഉച്ചയ്ക്ക്, പിന്നെ അതിന്റെ ഇടയിൽ ഒരു തവണ കഴിക്കുക. അത് ഭക്ഷണത്തിന്റെ അളവ് കൂട്ടാനല്ല, അളവ് കുറേശ്ശെ കൂടുതൽ തവണകളായിട്ട് കഴിക്കുക. കൂടുതലും ഈ ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക. പിന്നെ ഈ ആസിഡിന്റെ സെക്രീഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഒരു 3 മാസം കഴിക്കേണ്ടി വരും, 1 വർഷത്തോളം ചിലപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കും. പിന്നെ ഇടയ്ക്ക് കഴിക്കുക. റെഗുലർ ആയിട്ട് ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുക. പറഞ്ഞോളൂ. ഭക്ഷണം കഴിക്കാൻ കുറച്ച് താമസിച്ചു പോയാൽ എനിക്കൊരു വിറയൽ പോലെ വരുന്നുണ്ടായിരുന്നു. അത് ഷുഗർ കുറയുന്നത് കൊണ്ടായിരിക്കും വിറയൽ വരുന്നത്. ശരീരത്തില് ഷുഗർ കുറയുന്നത് കൊണ്ടായിരിക്കണം വിറയൽ വരുന്നത്. സാധാരണ നിലയ്ക്ക് അങ്ങനെ വരുന്ന ഒരു ഇതില്ല. നിങ്ങൾ വല്ലാണ്ട് തടിയുള്ള പ്രകൃതാണോ? ഇല്ല സാർ, ഒരു 64 കിലോ അത്രയുള്ളൂ. അപ്പൊ അത് ഇല്ല. അപ്പൊ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് ഇതിനുള്ള വലിയ കുഴപ്പമുള്ള അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാസ്ട്രൈറ്റിസ് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഗ്യാസ്ട്രൈറ്റിസ്? ഐറ്റിസ് അല്ലെങ്കിൽ ഏത് ഒരു ഇതിന്റെ കൂടെ ഒരു ഐറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന വീക്കം അല്ലെങ്കിൽ പഴുപ്പ്, അതാണ് പറയുന്നത്. ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക് അല്ലെങ്കിൽ ആമാശയത്തിന്റെ വരുന്ന വീക്കത്തിനെയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വീക്കം വരാനുള്ള കാരണം എന്താണ്? പല കാര്യങ്ങൾ കൊണ്ട് വരാം. ഇതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, അപ്പോൾ നമ്മൾ പല ആൾക്കാരും എൻഡോസ്കോപ്പിക് റിപ്പോർട്ടിൽ കാണാം ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞാണ്. ആസിഡിന്റെ സെക്രീഷൻ, അതായത് നമ്മുടെ ആസിഡിന്റെ സെക്രീഷൻ ക്രമാതീതമായിട്ട് കൂടുതലാവുന്നത് പല കാര്യങ്ങൾ കൊണ്ടും വരാം. ഹലോ ഹലോ, അന്ന പേരെന്നാ? ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ മുത്തലി. എനിക്ക് നമുക്കൊരു ഗ്യാസിന്റെ ഒരു കംപ്ലൈന്റ്. ഹലോ കേൾക്കുന്നില്ല, പറഞ്ഞോളൂ. അപ്പൊ എനിക്ക് എന്താ സംഭവിച്ചാല് ഈ ഛർദിക്കാൻ വിട്ടുമ്പോഴോ, പക്ഷെ ഛർദി വരുന്നില്ല. വയറ് ഭയങ്കര ദമ്മു. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു കൊല്ലത്തിന്റെ മേലെ. എത്ര വയസ്സായി? വയസ്സ് 35. ഇത് കേറിക്കുന്ന തലക്കലം ഭയങ്കര അതായത് അതെല്ലാം തുട്ടി പൊക്കമൂലാവും. പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണോ ഈ ബുദ്ധിമുട്ട് വരുന്നത്? ഈ ചില സമയത്ത് ചെറുങ്ങനെ ഈ നമ്മളെ പൈപ്പെല്ലാം ചെറുങ്ങനെ തൊട്ട് കഴിഞ്ഞാല് പൈപ്പ് ചെറുങ്ങനെ കൊട്ടാൻ മതി. പിന്നെ വന്ന് കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ട്, ഛർദിക്കാൻ പറ്റൂല. ശരി. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്പെപ്സിയ എന്ന് പറയുന്ന
എന്ന ഒരു അസുഖത്തിന് ഡിസ്പെപ്സിയ എന്ന് സയൻസിൽ പറയും. അത് ഗ്യാസ് ട്രബിൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവർ പറയുന്നത് ആ ഡിസ്പെപ്സിയ എന്ന് പറഞ്ഞതാണ്. ഇവർക്ക് ഡിസ്പെപ്സിയ നോൺ അൾസർ ഡിസ്പെപ്സിയ അല്ലെങ്കിൽ അൾസർ ഡിസ്പെപ്സിയ. അൾസർ കൊണ്ടും ഈ ഡിസ്പെപ്സിയ സിംറ്റംസ് വരാം, അല്ലെങ്കിൽ അൾസർ ഇല്ലാത്ത ആൾക്കാർക്കും വരാം. അൾസർ ഇപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അൾസർ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ രോഗിക്ക് രണ്ടുപേരുടെയും പറയുന്ന ബുദ്ധിമുട്ട് ഒന്നായിരിക്കാം. അപ്പൊ ഇതിപ്പോ ഈ രോഗിക്ക് ഇത്രയും വല്ലാണ്ട് ആളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവര് ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ടിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് കൃത്യമായ കാരണം അറിഞ്ഞേ പറ്റൂ, ആൾക്കുള്ള ബുദ്ധിമുട്ട് അറിയാനായിട്ട്. ഡിസ്പെപ്സിയ ആണ് അത് ഗ്യാസിന്റെ. നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ടിട്ട് എൻഡോസ്കോപ്പിയോ അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റു ടെസ്റ്റുകളോ ചെയ്തു നോക്കണം. എന്നിട്ട് അതിന് പരിഹാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അതെ അതെ അതെ. പരിഹാരത്തിന്റെ സൗകര്യമുണ്ട്. പരിഹാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറിനാണ് ഇരിക്കുന്നത്. ഗ്യാസ്ട്രോൻട്രോളജി ഡോക്ടറാണ്. ഏത് ദിവസവും വരാം, ഏത് സമയത്തും വരാം. രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഉണ്ടാവും നമ്മള്. താങ്ക് യു സാർ. ഈ ചില ഔഷധങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ഗ്യാസ്ട്രൈറ്റിസിന് കാരണമായിട്ട് ഉണ്ടാവും. നമ്മളിപ്പോ മോഡേൺ മെഡിസിനിൽ തന്നെയുള്ള ഒരുപാട് മരുന്നുകൾ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്. ആന്റിബയോട്ടിക്സ് ആയാലും നമ്മൾ കാണുന്ന അമോക്സിലിൻ, വളരെ കോമൺ ആയിട്ട് കഴിക്കുന്നതാണ് ആംപിസിലിനും അമോക്സിലിനും, അതുമാതിരി ഡോക്സിസൈക്ലിനും, ഇതൊക്കെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൽ കൂടുതലായിട്ട് വളരെ കോമൺ ആയിട്ട് കഴിക്കുന്ന വേദന സംഹാരികൾ വളരെ ഗൗരവതരത്തില് ഈ ആമാശയത്തില് വീക്കം ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടുകാർക്ക് പ്രത്യേകിച്ചൊരു സ്വഭാവം, എന്തെങ്കിലും വേദന ഉടനെ വേദന സംഹാരി ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാണ്ട് കഴിക്കുന്നത് വളരെ ഇങ്ങനെയുള്ള രോഗങ്ങൾ കാരണം. പിന്നെ അത് വളരെ ഈ വേദന സംഹാരി എന്ന് പറയുന്ന NSAIDs എന്ന് പറയുന്നത്, നോൺ സ്റ്റെറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ, അത് വളരെ പ്രത്യാഘാതങ്ങൾ കൂടുതലുള്ള ഒരു ഗ്രൂപ്പിലുള്ള ഇതാണ്. അത് ഒരിക്കലും ഡോക്ടറുടെ ഉപദേശമില്ലാതെ കഴിച്ചുകൂടാ. ഹലോ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിട്ട് വിളിക്കുന്നു. ചോദിച്ചോളൂ. മോൾക്ക് 12 വയസ്സാണ്. ഭക്ഷണം കഴിക്കുമ്പോണെങ്കിൽ ഇടയ്ക്ക് വേദന മാത്രം കമ്മിഞ്ഞ് കിടക്കണം. രാവിലെ മാത്രം, ബാക്കിയുള്ള സമയങ്ങളിലൊന്നുമില്ല, മറ്റു സമയങ്ങളിലൊന്നുമില്ല. ഇല്ല, ഇടയ്ക്ക് ഓരോരോ സമയത്ത്. അത് ശരി. പിന്നെ സ്കൂളിൽ നിന്ന് അയൺ ഗുളിക കഴിക്കുമ്പോണെങ്കിൽ വേദന എന്ന് പറഞ്ഞിട്ട് കഴിക്കലുമില്ല. ഇപ്പൊ കഴിക്കലില്ല. നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പല മരുന്നുകളും നമ്മൾ സാധാരണ കണ്ടു കഴിക്കുന്ന മരുന്നുകളും ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ആമാശയത്തിൽ പുണ്ണുണ്ടാക്കുന്നത്, ഈ അയൺ ഗുളികകൾ ഒരുപാട് ഈ ഗ്യാസ്ട്രൈറ്റിസിന് കാരണം ഉണ്ടാക്കുന്നത്. അയൺ ഗ്യാസ്ട്രൈറ്റിസിന് ഉണ്ടാക്കുന്ന വളരെ കോമൺ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് അയൺ. അപ്പൊ പിന്നെ ഇവർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേദന കൊണ്ട് കമന്ന് കിടക്കണു എന്ന് പറഞ്ഞു കുട്ടികൾ. കമന്ന് കിടക്കുന്നത് എന്ന് പറയുന്നത് വയറ് നീറ്റല് പോലെയാണോ പറയുന്നത്? വേദന നീറ്റല് പോലെ. ഇത് ഒരു പക്ഷെ നിങ്ങൾക്ക് മോൾക്കുള്ളത് ഗ്യാസ്ട്രൈറ്റിസ് തന്നെ ആയിരിക്കും. അയൺ ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അയൺ ഗുളിക ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരു ഇത് തന്നെയാണ്. അയൺ ഗുളിക നിർത്തി നോക്കുക. ഇപ്പൊ ഗ്യാസ്ട്രൈറ്റിസ് അതെ ഗ്യാസ്ട്രൈറ്റിസ് ഇല്ലാതെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാത്ത അയൺ പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. പക്ഷെ ഇതിപ്പോ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന സാധനമൊന്നും അത് അത്ര അങ്ങനെ ആവണമെന്നില്ല. അയൺ കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ആണെന്ന് തോന്നുന്നില്ല. കൊച്ചുകുട്ടികൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇപ്പൊ അയൺ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഉണ്ടായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ് തന്നെ ആയിരിക്കാം ചിലപ്പോൾ. അല്ല, ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഒരു തവണ നമ്മുടെ ഉണ്ടാവുന്നത് പുണ്ണ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് സമയമെടുക്കും. നിങ്ങൾ ഇടയ്ക്ക് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിക്കുന്നുണ്ടാവില്ല, അത് വീണ്ടും കഴിക്കുന്നു, അത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. അത് മുഴുവനായിട്ട് നിർത്തി നോക്കുക. ഒരു 3 മാസം അത് കഴിക്കാതെ നിർത്തിയിട്ട് എങ്ങനെയാണ് എന്ന് നോക്കുക. അപ്പൊ അറിയാം അതിന്റെ ആണോ അല്ലേ എന്നുള്ളത്. സാർ, ഈ മദ്യത്തിന്റെ ഉപയോഗം ഗ്യാസ്ട്രൈറ്റിസിന് കാരണമായിട്ടുണ്ട്. മദ്യത്തിന്റെ ഉപയോഗം, മദ്യത്തിന്റെ അളവൊന്നുമല്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ റമ്മ് അല്ലെങ്കിൽ വിസ്കി, അതിലുണ്ടാകുന്ന മാൾട്ട് ഡിഫറെന്റ് ആണ്. അത് നമ്മൾ പറയുന്ന പോലെ സ്റ്റാൻഡേർഡും അത് വളരെ ഇപ്പൊ പല ബ്രാൻഡുകളും ഉപയോഗിക്കുന്ന മാൾട്ടിന്റെ ക്വാളിറ്റിയൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെതായ ഇറിറ്റേഷനും അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഈ മദ്യം കഴിക്കുമ്പോൾ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ മദ്യം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഉണ്ടാവുന്ന തൊട്ട് പറയുന്ന ടച്ചിങ്സ് എന്ന് പറയുന്നത് വളരെ സ്പൈസി ആയിട്ടുള്ള അതെ സ്പൈസി ആയിട്ടാണ്. അതും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നതാണ്. മദ്യം മാത്രമല്ല, മദ്യത്തിന്റെ കൂടെ നമ്മൾ കഴിക്കുന്ന ദോഷം ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഭക്ഷണ സാധനങ്ങളുടെ കൂടെ ഈ അച്ചാറുകൾ ധാരാളം ഉപയോഗിക്കണല്ലോ, അത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കാരണമായിത്തീരും. ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്ന് അച്ചാർ സ്പൈസിയാണ്. ഒന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. പ്രിസർവേറ്റീവ്സിന്റെ സ്റ്റാൻഡേർഡ്
സ്റ്റാൻഡേർഡൈസേഷൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നടക്കുന്നില്ല. ആ പ്രിസർവേറ്റീവും ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും പല പ്രിസർവേറ്റീവും കാർസിനോജനിക്, അതായത് ക്യാൻസറിന് കാരണമാക്കാവുന്ന അതാണ്. അപ്പൊ നമ്മളിപ്പോ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഈ അച്ചാറുകളെല്ലാം ഒരുപാട് കാലത്തെ കോളുണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? എന്താ പേരെന്താ? വിഷ്ണു. ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കോ? കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കേ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. എനിക്ക് 20 വയസ്സാണ്. വയറിനടുക്കളക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് വയറ് പോലെ കനം പോലെയാണ്. ഭക്ഷണം കഴിച്ചെടുക്കും വയറിൽ കനം പോലെ എന്ന് പറഞ്ഞു. ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിക്കുമ്പോഴാണോ, എന്ത് ഭക്ഷണം കഴിച്ചാലും ഉണ്ടോ? ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലി നമുക്ക് വൈകുന്നേരത്ത് വിശപ്പ് അറിയില്ല. ആ ഒരു വിശപ്പിൽ ഇല്ലാത്തൊരവസ്ഥ, വയറ്റിൽ ഭയങ്കര കനം, മാത്രല്ല ഒരു ദാഹ വിശപ്പൊന്നും അറിയുന്നില്ല. അത് ശരി. എത്ര കാലമായിട്ടുണ്ടത്? ഇപ്പം ഒരു 2 കൊല്ലത്തോളം എന്റെ മംഗളൂരു ഡോക്ടർ കാണിച്ചിരുന്നോ? എന്നിട്ട് ഡോക്ടറിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണത്തിന് പ്രശ്നം മതി പറഞ്ഞു. അത് ശരി. അത് ശരി. ഇപ്പം വയറൊരു വീക്ക്, അതായത് ഈ വയറിന്റെ ഈ വാരല് കഴിഞ്ഞ ശേഷം ഒരു കണ്ണം പോലെയാണ്, കനം പോലെ തോന്നുന്നു അല്ലെ? ഭക്ഷണം പിന്നെ വേണ്ടാന്ന് തോന്നുന്നു. അത് ശരി. അത് ശരി. ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഏർലി സാറ്റൈറ്റി അല്ലെങ്കിൽ ഇത് വരുന്നതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നു, ഒരു കനം പോലെ എന്ന് അവർ പറയുന്നതിന്റെ ഇതാണ്. അത് ഏർലി സാറ്റൈറ്റി ആണ്. അത് ഒന്നില്ലെങ്കിൽ ഭക്ഷണത്തിനുണ്ടാവുന്ന ഭക്ഷണ സാധനങ്ങളുടെ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ പുള്ളി കൂടുതലും വീട്ടിൽ നിന്നാണ്, രാവിലെയാണ് പ്രശ്നം വരുന്നത്. രാവിലെ കൂടുതൽ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം. വീട്ടിലിപ്പോൾ സാധാരണ ഭക്ഷണത്തിന്റെ തന്നെ ആവണമെന്നില്ല. ഈ ഡിസ്പെപ്സിയയുടെ നമ്മൾ ഇപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു വളരെ പ്രശ്നമുള്ള കാര്യമാണ് ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ. ഇത് എച്ച് പൈലോറി ഇൻഫെക്ഷൻ തന്നെ അത് ആമാശയത്തിൽ കണ്ടുവരുന്ന ഒരു ബാക്ടീരിയ. അത് തന്നെ ഒരു ഡിസ്പെപ്സിക്ക് കാരണമാണ്. അപ്പൊ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ആളുകൾക്ക് വളരെ ട്രബിൾ, അതായത് അവരെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരു ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പി ചെയ്ത് ഈ എച്ച് പൈലോറിയുടെ ഇതുണ്ടോ, അതിന്റെ അണുബാധ ഉണ്ടോ എന്ന് നോക്കി അതിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇദ്ദേഹം ഇവിടെ ഇവര് വീണ്ടും മറ്റേ ഡോക്ടറെ കണ്ട് എൻഡോസ്കോപ്പി ആവശ്യമാണെന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് ഈ എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതിന്റെ ചികിത്സ, അത് ഒരു 14 ദിവസത്തെ ഒരു കോഴ്സാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ പരിപൂർണമായി മാറുന്നതാണ്. വിഷ്ണു കേട്ടല്ലോ അല്ലേ? അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിസ്പെപ്സിയ എന്ന് പറയും നമ്മളുടെ ഇതില്. ഇപ്പോൾ പലരും ഗ്യാസ് ട്രബിൾ എന്ന് പറയും. ഡിസ്പെപ്സിയ എന്നാണ് നമ്മുടെ മോഡേൺ മെഡിസിനിൽ പറയുന്നത്. ഡിസ്പെപ്സിയ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യണം. ഓക്കെ വിഷ്ണു, ഇത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ആണ് സാറ്. എല്ലാ സമയത്തും എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സാറിന്റെ സേവനം അവിടെ ലഭ്യമാണ്. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ ചില ആൾക്കാർക്കുള്ള സ്വഭാവമാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ യാത്ര പുറപ്പെടാൻ നോക്കുമ്പോൾ കക്കൂസ് പോണം തോന്നിക്കൊടുക്കല്. എന്താണ് ഭക്ഷണം കഴിക്കുക? അത് നമ്മൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബവലിന്റെ സെൻസിറ്റിവിറ്റി കുറച്ച് കൂടുതലാണ്. പണ്ട് വളരെ ഒരുപാട് പേരുകളുണ്ടായിരുന്നു നമ്മൾ തന്നെ മോഡേൺ മെഡിസിനിൽ. ഇപ്പൊ അതെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് ഓൾമോസ്റ്റ് 100 ഡിസീസ് ഒരു ഗ്രൂപ്പായിട്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൻസിറ്റിവിറ്റി, ബവൽ ഒരു ഇറിറ്റബിൾ ആണ്. കുട്ടികളെ പറ്റി നമ്മൾ പറയാം അവന് ഇറിറ്റബിൾ ആയിട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ബവല് ഒരു ഇറിറ്റബിൾ ആണ്. അവർക്ക് ചിലപ്പോൾ ഇത് തന്നെ ഈ ഡിസ്പെപ്സിയ അതിന്റെ ഭാഗമായിട്ടുണ്ടാവാം. ഇപ്പോൾ ആൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഗാസ്ട്രോകോളിക് ഉടനെ തന്നെ കക്കൂസിൽ പോകണം തോന്നും. പക്ഷെ പോകുമ്പോൾ ചിലപ്പോൾ പോയില്ലെന്ന് വരും. യാത്ര പുറപ്പെടുമ്പോൾ അതൊരു അവരുടെ ഒരു ഹൈപ്പർ സെൻസിറ്റൈസേഷൻ ആണ്. അവര് അതിനെ ഒരു പരിധി വരെ നമ്മൾ പല മോഡിഫിക്കേഷൻസും അവരെ നമ്മൾ റീഅഷുർ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് മാനസികമായിട്ടുള്ള റീഅഷുർ ചെയ്യാം. അതുപോലെ ചില ആൾക്കാർക്ക് സ്റ്റേജിലും പോകുന്ന സമയത്ത് ഇതേ ഒരു പ്രശ്നമുണ്ട്, വല്ലാത്ത പ്രശ്നം. സ്റ്റേജ് ഫ്രൈറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ഉണ്ട്, അത് പലർക്കും ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇപ്പൊ ചില ആൾക്കാർക്ക് ഈ നമ്മളെ എന്തെങ്കിലും സാർ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? പ്രജീഷ്, ഡോക്ടർ ചോദിച്ചോളൂ. സാറേ, ഞാൻ വയറുവെച്ചുള്ള എൻഡോസ്കോപ്പി ചെയ്തതാണ്. ഡോക്ടർ എൻഡോസ്കോപ്പി ആയിട്ട് ആമാനത്തിന് ചെറിയൊരു നീർക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഗുളികെല്ലാം കഴിച്ചപ്പം
മാറിയത്. ഇപ്പൊ ആദ്യം വയറുവേദന ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങിയത്. എത്ര കാലം മുമ്പാണ് ഗുളിക കഴിച്ചത്? ഗുളിക ഒരു 2 ദിവസം മുമ്പാണ്. എന്നിട്ട് സാറ് പറഞ്ഞു ഇനി ഗുളിക ഒന്നും കഴിക്കണ്ടെങ്കിൽ മാറിക്കോളെന്ന് പറഞ്ഞു. ആദ്യം വരാൻ തുടങ്ങി. എന്താണ് നിങ്ങളുടെ ജോലി? എന്താണ്? ഞാൻ ഇലക്ട്രീഷ്യന് പണിയാണ്. സമയത്തിന് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് ഡോക്ടർ പറഞ്ഞ പിന്നെ എരിവ് പുളി അങ്ങനത്തെ ഒഴിവാക്കി തന്നു. അത് ശരി, അത് ശരി, അത് ശരി. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നത് എല്ലാ ദിവസവും ഉണ്ടോ അതോ ഇടപെട്ട ദിവസങ്ങളിലാണോ? ഇടയ്ക്കിടയ്ക്ക് ഒരു വൈകുന്നേരം അങ്ങനെ വരും. അതിന് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ആദ്യം ഗുളിക വാങ്ങിച്ചു. ഇപ്പൊ ആദ്യം ഗുളിക കുടിക്കുമ്പോ ആദ്യം വരുന്നുണ്ട്. ഗുളിക നിർത്തുമ്പോൾ ആദ്യം വരുന്നു. പിന്നെ ഇപ്പൊ അഥവാ തലവേദന ആണെങ്കിലും ചെസ്റ്റ് വേദന വരുന്ന ഗുളിക കുടിക്കുമ്പോ ആദ്യം ഇത് വയറുവെച്ച് വരും. ഇതിനെ ആദ്യം കാണിച്ചിട്ട് വയറുവെച്ച്. അത് ശരി, അത് ശരി. ഗുളിക കഴിക്കുമ്പോൾ വീണ്ടും വയറ് പോച്ചിൽ വരുന്നു, മറ്റു തലവേദനയുടെയും മറ്റേ മരുന്നുകൾ കഴിക്കുമ്പോൾ അല്ലേ? പിന്നെ അല്ലാണ്ട് സാധാരണയുണ്ട് ഗുളിക കഴിക്കാണ്ടിരിക്കുമ്പോ ഉണ്ട്. ഉണ്ട് ഉണ്ട്. ഈ ഇപ്പൊ ഗ്യാസ്ട്രൈറ്റിസിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ ഗ്യാസ്ട്രൈറ്റിസ് ഈ തലവേദനയ്ക്ക് കഴിക്കുന്ന മരുന്ന് പാരസെറ്റമോൾ പോലും ഒരു പരിധി വരെ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. അതാണ് ഒരു കാരണം. അത് വെറും വയറ്റിൽ കഴിച്ചുകൂടാ. പല മരുന്നുകളും നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതായിട്ടുണ്ട്, പല മരുന്നുകളും ഭക്ഷണത്തിന് ശേഷം. ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്ന മരുന്നുകൾ പൊതുവേ നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കാന്നാണ് പറയുന്നത്. അതൊന്ന് പുള്ളിക്ക്. പിന്നെ ഈ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രോബ്ലം എന്ന് പറയുന്നുണ്ട്. അത് പീരിയോഡിക്കലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുക. 6 മാസം ചിലപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ 3 മാസം ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഡോക്ടർ പറയും കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. പിന്നെ 3 മാസം അല്ലെങ്കിൽ 1 വർഷവും കഴിയുമ്പോൾ വീണ്ടും വരും. അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ സെഫാലിക് ഫേസ്, ഇപ്പൊ ഇവർക്ക് സ്ട്രെസ് എന്തെങ്കിലും വരുമ്പോൾ ആസിഡിന്റെ സെക്രീഷൻ കൂടുന്നതും ആവാം. പുള്ളി ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തോ ഒരു സ്ട്രെസ് വരുന്നതും കൊണ്ടാവാം. അതെ. അപ്പൊ അതില് നമ്മൾ ചെയ്യേണ്ടത് തന്നെ സമയത്തിന് ഭക്ഷണം കഴിക്കുക, ഈ സ്പൈസി ഫുഡ് ഒഴിവാക്കുക. അതല്ലാതെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് അവരത് ഒരു ഹലോ രജീഷ് പറഞ്ഞോളൂ. ഹലോ. ഇപ്പൊ മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ വേദനയ്ക്കും തലവേദനയ്ക്കുള്ള മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുക, വെറും വയറ്റിൽ കഴിച്ചുകൂടാ. സാധാരണ തലവേദനയ്ക്ക് തരുന്ന മരുന്നുകൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ടതാണ്. നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന വരുമ്പോ തന്നെ നമ്മുടെ ആസിഡിന്റെ സെക്രീഷൻ കൂടുന്നുണ്ട്. അപ്പോ ആ സമയത്ത് ആസിഡിന്റെ സെക്രീഷൻ കൂടുന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ ഈ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മരുന്നും കൂടി കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് അത് കേട്ടോ. അപ്പൊ ഈ മരുന്നുകള് തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിന് ശേഷം കഴിക്കുക, വെറും വയറ്റിൽ കഴിക്കരുത്. ആ സമയങ്ങളിൽ തലവേദന വരുന്ന സമയങ്ങളിൽ നമ്മൾ എന്തായാലും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, സമയത്തിന് ഭക്ഷണം കഴിക്കുക കേട്ടോ. ആസിഡിന്റെ സെക്രീഷൻ ആ സമയങ്ങളിൽ കൂടുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. താങ്ക് യു. സാറേ, നമ്മളിപ്പോ ഈ ആമാശയത്തിൽ മുഴകൾ ഉണ്ടാവുന്നതിനും പറഞ്ഞിട്ടുണ്ട്. ആമാശയത്തിൽ വരുന്ന ക്യാൻസർ നമ്മുടെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ആമാശയത്തിൽ വരുന്ന ക്യാൻസർ. അതില് എന്താവുന്ന അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ ആമാശയത്തിന്റെ ക്യാൻസർ കണ്ടുപിടിക്കുമ്പോൾ കൂടുതലും ഒരു 80% ആൾക്കാർക്കും ഒരു ചികിത്സയും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഡ്വാൻസ്ഡ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രബിൾ എന്ന് പറയുന്നത് തന്നെയാണ് ഈ പ്രശ്നം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സിംറ്റം അതൊരു സ്പെസിഫിക് അല്ല. ഈ ഡിസ്പെപ്സിയ എന്ന് പറയുന്നതായിരിക്കും വയറിൽ ഒരു അസ്വസ്ഥത, ഭക്ഷണം കഴിച്ചാൽ ഏർലി സാറ്റൈറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറ് നിറയുക, അല്ലെങ്കിൽ വയറെരിച്ചില്, ഇതൊക്കെ ആയിരിക്കും സിംറ്റംസ്. അപ്പൊ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ലോക്കൽ മെഡിസിൻസ്, അപ്പൊ നമ്മൾ ഇഞ്ചി കുടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ആ ലോക്കൽ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മരുന്ന്, അപ്പോൾ താൽക്കാലികമായ ശമനം ഉണ്ടാവും. അല്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടർമാരെ കാണുമ്പോൾ അവരെന്തെങ്കിലും എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയും, വയറെരിച്ചില്ലെന്നോ എന്തോ പറയുന്നത്. അപ്പൊ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരുന്ന് കഴിച്ചു, അപ്പൊ താൽക്കാലികമായ ശമനം കഴിഞ്ഞു, 6 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അത് തന്നെ നമ്മൾക്കൊരു റെക്കമെൻഡേഷൻ ഉണ്ട്, ഇപ്പൊ യൂണിവേഴ്സൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കേട്ടോ. ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാള് പെട്ടെന്നുണ്ടാവുന്ന ഈ എരിച്ചില്, 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള എരിച്ചില് അല്ലെങ്കിൽ വയറിൽ ഈ ബുദ്ധിമുട്ട്, ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ അവരെന്തായാലും എൻഡോസ്കോപ്പി ഡോക്ടറെ കണ്ട്, ഗ്യാസ്ട്രോന്റോളജിസ്റ്റിനെ തന്നെ കണ്ട് എൻഡോസ്കോപ്പി ചെയ്തിരിക്കണം. എൻഡോസ്കോപ്പി ചെയ്ത് ആമാശയത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ഉറപ്പുവരുത്തിയിരിക്കണം.
ഇല്ലെങ്കിൽ അത് ക്യാൻസർ ആയിട്ട് മാറാം. ക്യാൻസറിന്റെ ലക്ഷണമാവാം അത്. ഏത് സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് പരിപൂർണ്ണമായി മാറ്റാൻ പറ്റും? നമ്മളെ എല്ലാ ക്യാൻസറിനും ഒരു സ്റ്റേജിങ് ഇതുണ്ട്. ഒന്ന് സ്റ്റേജ് 1, 2, 3, 4 എന്ന് പറയുന്നത്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജാണ്. അതില് സ്റ്റേജ് 1 ഇത് തന്നെയാണ് ആമാശയത്തിൽ വരുന്ന ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസ്പെപ്സിയ. 40 വയസ്സ് ഡിസ്പെപ്സിയ ആയിരിക്കും. ചിലപ്പോൾ ഏർലി സാറ്റൈറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് വയറ് നിറഞ്ഞു തോന്നുക, വിശപ്പില്ലായ്മ, ശരീരം ക്ഷീണിക്കുക, ചിലപ്പോൾ ഒരു വർഷം ചില അൾസറിൽ നിന്ന് ഈ അൾസർ തന്നെ ക്യാൻസർ ആയിരിക്കും. ക്യാൻസർ ബ്ലീഡിംഗ് ഉണ്ട്, മലം കറുത്ത നിറത്തിൽ പോവുക, അത് തന്നെയാണ്. പിന്നെ എന്താ പറയാ, വയറ് വീർത്ത് വരിക, ഇതൊക്കെ ആയിരിക്കും അതിന്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ആദ്യമായിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഗ്യാസ്ട്രോന്ററോളജിസ്റ്റിനെ കണ്ട് എൻഡോസ്കോപ്പി ചെയ്യണം. ഇത് സ്റ്റേജ് മാറി കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ല. ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജും മൂന്നാമത്തെ സ്റ്റേജും ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ സ്റ്റേജ് ആണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചികിത്സിച്ച് പറ്റും. മൂന്നാമത്തെ സ്റ്റേജും നാലാമത്തെ സ്റ്റേജ് ആണെങ്കിലും ലിമിറ്റഡ് ആണ്. നാലാമത്തെ സ്റ്റേജ് ആണെങ്കിൽ പിന്നെ കാര്യമായിട്ടൊന്നും ഓഫർ ചെയ്യാനില്ല. മൂന്നാമത്തെ സ്റ്റേജ് ആണെങ്കിൽ ഈ ആമാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധാരണയായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. ഭക്ഷണ രീതിയിൽ എന്ന് പറഞ്ഞാൽ സ്പൈസി ഫുഡ് ഒരു വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു കാരണം തന്നെയാണ്. സ്പൈസി ഫുഡ് ഇറിറ്റേഷനാണ്. ഈ സ്റ്റൊമക്കിന്റെ മ്യൂക്കോസൊക്കെ ഉണ്ടാക്കുന്ന ഇറിറ്റേഷനാണ്. ഒരേ ഇറിറ്റേഷൻ ഒരുപാട് വരുമ്പോൾ അത് ക്യാൻസറിലേക്ക് കാരണമാകും. ഹലോ, ആരാ വിളിക്കുന്നത്? രതീഷ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ രതീഷ്. ഡോക്ടർ, എനിക്ക് 2 വർഷമായിട്ട് പിന്നെ ഈ വയറ് ഭയങ്കര വണ്ണം വെക്കുക, പിന്നെ വയറ്റിന്റെ പോക്ക് വളരെ കുറവാണ്. എത്ര വയസ്സായിട്ടുണ്ട് രതീഷിന്? 31. എന്താ ജോലി? എന്താ? ഞാൻ പപ്പടത്തെ ബിസിനസ്സോ. ശരി പറഞ്ഞോളൂ. അപ്പൊ അത് പിന്നെ ഈ ഇടക്ക് നെഞ്ചിലേക്ക് വേന വരും, പിന്നെ ഈ പുറത്ത് ഇങ്ങനെ ഒരു വിങ്ങല്. എത്ര വെയിറ്റ് എത്രയുണ്ട്? തടിയനാണോ? 85 കുറഞ്ഞിട്ട് ഇപ്പം 79. ശരി. ഹൈറ്റ് 5.5. ഇരുന്നിട്ടുള്ള ജോലിയാണോ കൂടുതൽ ചെയ്യുന്നത്? ബൈക്കിൽ സപ്ലൈ ആണ്. ശരി സപ്ലൈ ആണ്. ബൈക്കിൽ കൊണ്ടുപോയി സപ്ലൈ ആണ്. ഉണ്ടാക്കുന്ന ജോലിയല്ല. ശരി. മദ്യപിക്കോ? ഇടയ്ക്കൊരു 2-3 വർഷം കുറച്ച് വൈകുന്നേരങ്ങളിൽ. അത് ശരി. അതിപ്പോ നിർത്തുകയും ചെയ്തു 1 വർഷമായിട്ട്. അത് ശരി. എന്നാലും ഈ ബുദ്ധിമുട്ട് പോകുന്നില്ല. ഈ ബുദ്ധിമുട്ട് കാരണം വെജിറ്റേറിയൻ ഭക്ഷണമാണോ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണോ കൂടുതൽ കഴിക്കുന്നത്? മാംസം തന്നെ കൂടുതൽ. ഈ സ്പൈസി ഫുഡും നമ്മൾ പറയുന്ന സ്പൈസി ഫുഡും ഈ മാംസാഹാരങ്ങളും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണത്, കോൺസ്റ്റിപ്പേഷൻ. ഇത് പുള്ളിക്ക് പറയുന്നത് പുള്ളിയുടെ ഇത് തന്നെയാണ്. മാംസാഹാരവും സ്പൈസി ഫുഡും കഴിക്കുമ്പോൾ അത് ഡെഫിനറ്റ്ലി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. അത് ഫാറ്റിന്റെ കണ്ടന്റ് എന്തായാലും കൊണ്ട് ഫാറ്റ് ഒരു ഫാറ്റ് ആമാശയത്തിൽ എംപ്റ്റി, അതായത് ആമാശയത്തിന് ചെറുകുടലിലേക്ക് പോകുന്നത് ടൈം ഡിലേ ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെതായ കോൺസ്റ്റിപ്പേഷനും അതിന്റെ ഭാഗം തന്നെയാണ്. എന്നാൽ നമ്മളിപ്പോൾ സാധാരണ എന്താ കാണുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കുമ്പോൾ അതിന്റെ കൂടെ സാലഡ് ഉണ്ടാവും. സാലഡ് തൊടുത്തുള്ളൂ. ആ സ്പേസിൽ കൂടി കൂടുതൽ ബിരിയാണി കഴിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ആ സാലഡ് കഴിക്കത്തില്ല. ഈ സ്പൈസി ഫുഡ് ഞാൻ പറയുന്നു നാവിന് പുളിച്ചു തേട്ടുക എന്ന് പറയുന്നത് അതുണ്ടോ? ആ ബുദ്ധിമുട്ടുണ്ടോ? വയറ് നല്ലോണം വീർത്തിരിക്കുന്നുണ്ടോ? കൊടവയറുണ്ടോ? ഇതൊക്കെ ഈ കൊടവയറുള്ള ആൾക്കാർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് വയറിൽ കുമിഞ്ഞു കൂടുന്നതാണ്. അപ്പൊ ഇൻട്രാബ്ഡോമിനൽ പ്രഷർ കൂടുതലാണ്. അത് എന്തുണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രാബ്ഡോമിനൽ പ്രഷർ കൂടുമ്പോൾ നമുക്ക് റിഫ്ലക്സ് കൂടുതൽ ഉണ്ടാക്കും. ഈ ആമാശയത്തിലുണ്ടാകുന്ന ആസിഡ് അന്നനാളത്തിലേക്ക് കയറി വരും. അപ്പൊ ഈ അന്നനാളം ഈ ആസിഡിന് പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. അന്നനാളത്തിൽ ഈ പ്രൊട്ടക്ഷൻ കോട്ടൊന്നുമില്ല. അപ്പൊ ആമാശയത്തിൽ അതല്ല, ആമാശയത്തിൽ മ്യൂക്കോസിക് ആസിഡ് ആണെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട് ഉണ്ടാവും. അപ്പൊ ഈ അന്നനാളത്തിലേക്ക് ഈ ആസിഡ് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന നീറ്റില് ഈ കൊടവയറുള്ള ആൾക്കാർക്ക് ഇപ്പൊ പ്രഗ്നൻസിയില് കുളിച്ചുകെട്ടൽ കൂടുതലായിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ കൊടവയറുള്ള ആൾക്കാർക്ക് ഫാറ്റ് കൂടിയിട്ട് അവരുടെ ഒബീസിറ്റി അല്ലെങ്കിൽ ഒബീസിറ്റിയുള്ള ആൾക്കാർക്ക് ഫാറ്റ് കൂടിയിട്ട് അവർക്ക് റിഫ്ലക്സ് ഡിസീസ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി മാംസാഹാരം മുഴുവനായിട്ട് നിർത്താനായിട്ടല്ല പറയുന്നത്. പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. അതിന്റെ കൂടെ സാലഡോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ തോരൻ എന്നൊക്കെ പറയുന്ന ഇത് കൂടുതലായിട്ട് കഴിക്കുക. പച്ചക്കറികൾ കൂടുതലായിരിക്കും. മാംസാഹാരം നിർത്തില്ല. മാംസാഹാരത്തിന്റെ തോത് കുറയ്ക്കുക. ആഴ്ചയിൽ 1-2 ദിവസം അതിൽ കൂടുതൽ
കുറയ്ക്കുക. അത് തന്നെ അത് ഫ്രൈ ആയിട്ടുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അതും കുറയ്ക്കുക, അതിന്റെ ഇതും കുറയ്ക്കുക. ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നം മാറും. പ്രശ്നം എന്താണെന്നറിയാം. എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് നമുക്ക് അസുഖം എന്താന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്, അസുഖത്തിന്റെ ചികിത്സ അല്ല. കണ്ടുപിടിക്കാൻ പറ്റും. ക്യാൻസർ കണ്ടുപിടിക്കാൻ, ക്യാൻസറോ അല്ലെങ്കിൽ അൾസറോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തന്നെയാണ് എൻഡോസ്കോപ്പി. താങ്ക് യു സാർ. ഈ കുട്ടികൾ ഇപ്പൊ ചൂയിങ്കം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചൂയിങ്കം ഉപയോഗിക്കുന്നത് ഈ ആമാശയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചൂയിങ്കം ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ തിരിച്ചു വരും. ഈ സെഫാലിക് ഫേസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ ചൂയിങ്കം ചമച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എപ്പോഴും വായലതുകൊണ്ട് അത് സെഫാലിക് ഫേസിനെ, ആസിഡ് സെക്രീഷനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചൂയിങ്കം ചമയ്ക്കുന്നത് കൂടുതൽ വയറിനകത്ത് ആസിഡ് സെക്രീഷനും പിന്നെ ചൂയിങ്ങമ്മിലുള്ള സാധനങ്ങളുണ്ടല്ലോ അത് അത്ര ഗുണമുള്ളതാവില്ല. അപ്പൊ അതും അതെ അതെ ഈ ആമാശയത്തിൽ ഈ പുണ്ണുണ്ടാവുന്നു പറയുന്നത്. അപ്പൊ അതിൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ആസിഡിന്റെ ഓവർ സെക്രീഷൻ, ഒന്ന് ആമാശയത്തിലുള്ള ഒരു പ്രൊട്ടക്റ്റീവ് പാളിയുണ്ട്, ആ പാളിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടും വരാം. ഹലോ ആരാ വിളിക്കുന്നത്? അശ്വന്ത്, ഗുഡ് ഈവനിങ്. പറഞ്ഞോളോ പറഞ്ഞോളോ. ഡോക്ടർ, എനിക്ക് കുറച്ചു നാളായിട്ട് വയറുവേദനയുണ്ടേ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. രാത്രി ആകുമ്പോക്കെ നല്ല വയറുവേദനയുണ്ട്. വയറ് നീറ്റല് പോലെയുള്ള വേദനയാണോ, എരിച്ചില് പോലെയാണോ? അതെ അതെ. അടിവയറ്റിലാണോ മുകളിലായിട്ടാണോ തോന്നുന്നത്? അടിവയറ്റിലായിട്ട്. മലം പോകുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മലം പോകാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും? മലം കറുത്തു പോവാ? ഇല്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ വേദന കൂടുവോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ല വേദനയുണ്ട്. നല്ല വേദന വരും. അപ്പൊ എന്ത് ചെയ്യും സാധാരണ നിലയ്ക്ക്? ഞാൻ കിടക്കുക ചെയ്യാറ്. കിടന്നു കഴിഞ്ഞാൽ കുറയും. നല്ല കമന്ന് കിടക്കുകയാണോ? അങ്ങനെ കമന്ന് കിടക്കുക. എത്ര നേരം ഉണ്ടാവും വേദന? കുറച്ച് സമയം ഉണ്ടാവും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വരുന്ന വേദനയുടെ ആ ഒരു പുള്ളിക്കാരൻ പറയുന്നത് എനിക്ക് വേദനയുടെ ഇത് നാച്ചുർ മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മളൊരു വേദന ഒരു വയറുവേദന എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു നാച്ചുർ ഉണ്ട്, അത് മുഴുവൻ മനസ്സിലായില്ല. എന്നാലും പൊതുവെ ആസിഡിന്റെ പ്രശ്നം തന്നെയാണെന്ന് തോന്നുന്നു. അവർക്ക് ആസിഡിന്റെ സെക്രീഷൻ കൂടുതലായിട്ടും ഈ മ്യൂക്കോസ് ചിലപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ്. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നതാണ് മ്യൂക്കോസയിലെ എന്തെങ്കിലും മ്യൂക്കോസ് തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ഈ ആസിഡിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു കോട്ടുണ്ട്, മ്യൂക്കോസൽ ബാരിയർ ഉണ്ട്. അതിലെന്തെങ്കിലും പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ഇപ്പോൾ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ, ഇപ്പോൾ നമ്മൾ മെഡിസിനെ പറ്റി പറഞ്ഞല്ലോ, മെഡിസിൻ ബേസിക്കലി ചെയ്യുന്നത് ഈ മ്യൂക്കോസൽ ബാരിയറിനെയാണ്. ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്ന മെഡിസിൻ, പ്രത്യേകിച്ച് ഈ വേദന സംഹാരികളൊക്കെ മ്യൂക്കോസൽ ബാരിയറിനെയാണ് അത് ബാധിക്കുന്നത്. ആ ബാരിയറിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഡായിട്ട് ഈ മ്യൂക്കോസ എക്സ്പോസ്ഡ് ആവാം. അപ്പോൾ അത് വ്രണവും പുണ്ണൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആസിഡിന് ആ മ്യൂക്കോസായിട്ട് അത് അടയുന്നവർ, അതായത് ആസിഡിന്റെ സെക്രീഷൻ കുറച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാവുന്നതായിരിക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക പുള്ളിക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണുക. അപ്പൊ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഈ വേദനയുടെ നമ്മൾ ഡീറ്റെയിൽ ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ട് വേണ്ട. അപ്പൊ ഇതേ പ്രശ്നം തന്നെ ഭക്ഷണം കഴിച്ചു വരുന്ന വേദന ഒന്ന് ആമാശയത്തിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രൈറ്റിസ്, ആസിഡിന്റെ സെക്രീഷൻ കൊണ്ടാവാം. അതല്ലാതെ ചിലപ്പോൾ വേദന വരുന്നത് ഈ പിത്താശയത്തിലെ കല്ലുകൾ അല്ലെങ്കിൽ പിത്തത്തിൽ ഉണ്ടാകുന്ന കല്ലുകൾ കൊണ്ടും ഈ പ്രശ്നങ്ങൾ വരാം. ഒന്ന് നല്ല വേദനയെ പറ്റി രോഗിക്ക് കറക്റ്റ് ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഈ മൂന്ന് അസുഖത്തിന്റെയും വേദനകൾ ഒരു പരിധി വരെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് നാച്ചർ, അതായത് പല വിധത്തിലാണ് അത് വരുന്നത്. അതിന്റെ ആമാശയത്തിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ കൂടുതലായിട്ടും ഒരു എരിച്ചിൽ, രോഗി പറയും എരിച്ചിൽ പുകച്ചിൽ എന്നൊക്കെ പറയും, അതായിരിക്കും കൂടുതൽ വരുന്നത്. മറ്റേ പിത്താശയത്തിലാണെന്നുണ്ടെങ്കിൽ വേദനയാണ്, ഒരു കൊളുത്തിപ്പിടിക്കുന്ന വേദനയാണ്, പെട്ടെന്നൊരു വേദന വന്നു ഞെരുക്കുന്ന. മറ്റേ പാങ്ക്രിയാസിന്റെ ആണെന്നുണ്ടെങ്കിൽ ഞെരുക്കുന്ന പോലെയുള്ള ഒരു ഞെരുക്കുന്ന, അത് കുറച്ച് നേരം കൂടുതൽ നിൽക്കും. ഇതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് തിരിച്ചറിയാൻ പറ്റും. കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആമാശയത്തിലെ അസുഖം കണ്ടുപിടിക്കാനായിട്ട് എൻഡോസ്കോപ്പി തന്നെയാണ് അതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പി തന്നെയാണ്. പിത്താശയത്തിലെ കല്ലാണെന്നുണ്ടെങ്കിൽ സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടാണ് മനസ്സിലാക്കാൻ പറ്റും. സാർ ഇപ്പൊ സാധാരണ പറയാറുണ്ട് ദഹനക്കേട്. എന്താണ് ഈ ദഹനക്കേട്? ദഹനക്കേട് എന്ന് പറയുന്നത് കൂടുതലും ഞാൻ മനസ്സിലാക്കുന്നത് ദഹനക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പോയ്സണിങ് അതാണ് ഒരു ആളുകൾ ദഹനക്കേട് എന്ന് പറയുന്നത്. ഫുഡ് പോയ്സണിങ് ഏതൊക്കെ ഫുഡുകളാണ് ഇങ്ങനെ പോയ്സണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻഫെക്ഷൻ, അത് ഫുഡിൽ ഉണ്ടാവുന്ന ടോക്സിൻസ്, അതായത് എന്തെങ്കിലും
കേടായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടാവുന്ന ശരിക്കും സ്റ്റോർ ചെയ്യാതെ ഉണ്ടാവുന്ന ടോക്സിൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ ഫുഡിലൂടെ ഉണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വൈറൽ ഇൻഫെക്ഷനോ ഈ ദഹനക്കേടിന് കാരണമായിട്ട് ഇപ്പൊ നമ്മൾ ഈ ഹോട്ടലിൽ രാവിലെ ഉണ്ടാക്കിയ ഭക്ഷണം വൈകുന്നേരം കഴിക്കുന്നത് ഈ ഇൻഫെക്ഷൻ കാരണമായിരിക്കും ഉണ്ടാവും. ഒരു പല ഭക്ഷണത്തിന് ഇപ്പൊ നമ്മള് സ്റ്റോറേജ് ടൈം ഉണ്ട് എല്ലാ ഭക്ഷണത്തിനും. ആ സ്റ്റോറേജ് ടൈം കഴിഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഇത് കുറുമാത്തൂരിന്ന് വേണുവാണ്. പറഞ്ഞോളൂ. ഇത് ചെറിയ കുട്ടി, ഒരു 6-7 വയസ്സായ കുട്ടിയുടെ കാര്യമാണ്. ചോദിച്ചോളൂ. കൂടുതലായിട്ട് തലവേദന ഉണ്ടാവുക, ഛർദി ഉണ്ടാവുക, ഛർദി കഴിഞ്ഞാൽ പിന്നെ ആ ക്ഷീണം മാറും. അങ്ങനെ ഭയങ്കര എല്ലാ ദിവസങ്ങളിലും ഉണ്ടോ അതോ ഇല്ല, എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ 1-2 തവണ ഉണ്ടാവുന്നത്. അതെ, മാസത്തില് 1-2 തവണയേ ഉള്ളൂ ഉണ്ടാവുന്ന. അത് ശരി. ഛർദിക്കുമ്പോ എന്ത് നിറത്തിലുള്ളതാണ് ഛർദിക്കുന്നത്? ഛർദിക്കുമ്പോ കുറെ കഫവും പിന്നെ കുറെ വെള്ളമായിട്ട് ഇങ്ങനെ. കൃമിയുടെ അസുഖം പറയുന്നുണ്ടോ കുട്ടി? ഛർദി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നില്ല, കുഴപ്പമൊന്നും പറയുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണോ? ഭക്ഷണം ചില ദിവസങ്ങളില് അധികം ഡോക്ടറുണ്ടായി. അപ്പൊ പറഞ്ഞത് പിന്നെ പൊരിച്ച ഭക്ഷണങ്ങള്, ഇറച്ചികൾ ഇങ്ങനെ കഴിക്കുമ്പോ, ബിരിയാണി അതുപോലെ നെയ്യുള്ള കഴിക്കുമ്പോ ഉണ്ടാവുകയെന്ന് പറയുന്നു. അത് അങ്ങനെയാണോ ഉണ്ടാവുന്നത്? അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അല്ല, നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? അങ്ങനെയാണോ? ആ സമയത്താണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അത് ശരിയാണ്, ആ സമയത്ത് തന്നെയാണ് ഉണ്ടാവുന്നത്. ചില ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. ഓടി കൂടുതൽ ക്ഷീണിച്ച ദിവസങ്ങളില് അങ്ങനെയെല്ലാം ഉണ്ടാവുന്നത്. അത് ശരി. സ്കൂളിൽ പോയി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? 2ാം ക്ലാസ്. 2ാം ക്ലാസ്സിൽ. ഏത് സമയത്തെ കാലത്താണോ ഇത് കൂടുതൽ പറയുന്നത്? വൈകുന്നേരങ്ങളിലാണോ പറയുന്നത്? മിക്കവാറും ഉണ്ടാവുന്നത് എപ്പോ? വൈകുന്നേരങ്ങളിൽ, രാത്രി സന്ധ്യക്ക് ശേഷം. കുട്ടികളിൽ ഈ ആമാശയ രോഗങ്ങൾ വളരെ കുറവാണ് കാണുന്നത്. കുട്ടികളിൽ സാധാരണ ഈ നമ്മൾ പറയുന്ന ആളുകൾ പറയുന്ന ഗ്യാസ് ട്രബിൾ എന്നുള്ള പ്രശ്നം പറയില്ല. വയറിനെ സംബന്ധിച്ചുള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വിരശല്യം, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഈ പറഞ്ഞ പോലെ ഫാറ്റി ഫുഡ് കൂടുതൽ കഴിക്കുന്നു, ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ അവര് ഒക്കെ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന പറയുന്നത് കുട്ടികളിൽ സാധാരണ ഈ ആമാശയത്തിനെ പറ്റുന്ന അൾസർ ഡിസീസുകളൊന്നും പറയില്ല. പിന്നെ ഇത് വല്ലാണ്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് കുട്ടിക്ക് എല്ലാ ദിവസവും അല്ല എപ്പോഴും ഉണ്ട്, കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് അതിന് ഇത് കണ്ടുവരും. വളരെ ജന്മനാലുള്ള കുടല് തിരിഞ്ഞു കിടക്കുമോ, മാൽ റൊട്ടേഷൻ എന്നൊക്കെ പറയും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഇപ്പോൾ വല്ലപ്പോഴും ഒരിക്കലാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഹലോ ഈ ഭക്ഷണം, ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുക, ഒഴിവാക്കാന്ന് പറയുന്നത്. കൂടുതൽ വെയിൽ കൊള്ളുമ്പോ എന്താ ഈ കുട്ടിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് അത്. ക്ഷീണം വരിക, അതൊക്കെ വരുന്നത്. എനിക്ക് കേട്ടിട്ട് വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. ഈ വരയ്ക്കുള്ള മരുന്ന് ഇടയ്ക്ക് ഒരു വർഷത്തിൽ ഒരു തവണയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് വല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് കുട്ടി ശരീരം ക്ഷീണിക്കുന്നുണ്ട് മറ്റുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു വിദഗ്ധ ഡോക്ടറെ കാണുക, ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ തന്നെ കണ്ട് അതിന്റെ ഇത് ചെയ്യാം കേട്ടോ. വല്ലപ്പോഴും ഒരിക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ശരി, താങ്ക് യു സാർ. ഇപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങൾ കുക്ക് ചെയ്തതിനു ശേഷം എത്ര മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിക്കണം? എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. വളരെ ചൂടോടുകൂടി കഴിക്കുന്നത് നല്ലതല്ല. ചൂടുള്ള ഹോട്ട് ആൻഡ് സ്പൈസി ഫുഡ് നല്ലതല്ല. ഒരു സാധാരണ ചൂടോടുകൂടി കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. എത്ര മണിക്കൂർ കഴിയുമ്പോൾ ഇൻഫെക്ഷൻ വരാൻ തുടങ്ങും? അതായത് ഇപ്പോൾ സ്റ്റോർ ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ഭക്ഷണം സ്റ്റോർ ചെയ്യുന്ന പലപ്പോഴും റെഫ്രിജറേറ്ററിൽ വെക്കുക എന്നുള്ള ഇതുണ്ട്. റെഫ്രിജറേറ്ററിൽ വെക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് അത്ര ഗുണമല്ല. ഹലോ, ആരാ വിളിക്കുന്നത്? പറഞ്ഞോ. ഞാൻ രാവിലെ റീച്ച് ആയാലും 5 മണിക്ക് ഞാനൊരു ബാത്റൂമിൽ പോകും. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 8 മണിക്ക് വീണ്ടും പോവാണ്. ഒരു ദിവസം 3 പ്രാവശ്യം ഇങ്ങനെ മലം ശരിക്കും പോവാ, അതോ നിങ്ങൾ പോയി ഇരിക്കുന്നതാണോ? 3 പ്രാവശ്യമായിട്ട് കുറച്ച് പോവാ. കുറച്ച് പോവാ. കഫം പോലെ പോവാ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബ്ലഡ് പോവാ? സാധാരണ രീതിയിലുള്ള മലം തന്നെയാണ്. സാധാരണ പോലെ തന്നെയാണ്. ഇത് കാലങ്ങളായിട്ടുള്ള ഒരു ഇതാണോ? സാധാരണ പോകുമ്പോഴല്ല, വയറ്റുന്നായിട്ട് പോകുന്നില്ല, സാധാരണ രീതിയിൽ. അല്ലല്ല, ഇത് കാലങ്ങളായിട്ട് ഈ പ്രശ്നം ഉള്ളതാണോ? ഒരു 3-5 വർഷത്തോളായി. 5 വർഷത്തോളായി. ഈ ബവൽ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ബവൽ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ പലർക്കും പല മാതിരിയാണ്. ചില ആൾക്കാർക്ക് ദിവസത്തിൽ 3 തവണ, ചില ആൾക്കാർക്ക് 1 തവണ, ചില ആൾക്കാർക്ക് ആൾട്ടർനേറ്റ്, അതായത് 1-2 ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണെന്ന് മാത്രം കണക്കാക്കിയാൽ മതി. 3 തവണ മലം പോണു എന്നുള്ളത് ഒരു അസുഖത്തിന്റെയും ലക്ഷണമല്ല
കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ യാത്രാ സമയങ്ങളിൽ ഇങ്ങനെ 3 തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. നിങ്ങളുടെ ഒരു പ്രത്യേകത ആണെന്ന് മാത്രമേ കാണണ്ടൂ. അതായത് മലത്തിൽ കൂടെ ബ്ലഡ് പോവുക, കഫം പോവുക, അല്ലെങ്കിൽ മലം കറുത്തു പോവുക, അല്ലെങ്കിൽ കൂടുതൽ 3 തവണക്കാൾ കൂടുതൽ പോകണം. ഇപ്പൊ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ വല്ലാണ്ട് ഇതില്ല. യാത്ര ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതിനൊരു പ്രത്യേകിച്ച് മരുന്നോ സാറ് കുട്ടികൾക്ക് ഇംഗ്ലീഷ് കൂടി കൂടുതൽ കൊടുക്കുന്നതിന് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? എന്ത് കൊടുക്കുമ്പോ? കുട്ടികൾക്ക് ഇംഗ്ലീഷ് കൂടെ കൂടുതൽ കൊടുക്കുമ്പോൾ ഇംഗ്ലീഷ് ഗുളിക. ഒരു ഗുളികയും ഇംഗ്ലീഷ് ആയാലും ആയുർവേദ ആയാലും ആവശ്യത്തിനല്ലാതെ കൊടുക്കുന്നത് നല്ലതല്ല. കൂടുതൽ കൊടുക്കുക, കുറവ് കൊടുക്കുന്നില്ല. ആവശ്യത്തിന്, രോഗത്തിന്റെ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാവൂ. എന്ത് ഗുളികയായാലും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആഴ്ചയില് 3 തവണയേക്കാൾ കുറവ് പോകുമ്പോഴാണ് അതിനെ നമ്മൾ പ്രശ്നമായിട്ട് കണക്കാക്കാൻ, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയത്തുള്ളൂ. 3 തവണയാണ് അത് മിനിമം പോകേണ്ടതായിട്ട്. കൂടുതൽ ഇപ്പം നിങ്ങളെ പോലെ 3 തവണ പോകുന്നു എന്നുള്ളത് വലിയ പ്രശ്നമല്ല. പക്ഷെ ഒരുപാട് തവണ, ഇപ്പൊ 10 തവണ 5 തവണ പോകുന്നു. അതാ പറഞ്ഞത്, ആഴ്ചയിൽ 3 പ്രാവശ്യം. അത് പ്രശ്നമല്ല. 3 പ്രാവശ്യത്തേക്കാൾ കുറയുമ്പോഴാണ് നമ്മൾ അതിനെ മലബന്ധം എന്ന് പറയത്തുള്ളൂ. 3 പ്രാവശ്യം പോകുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ദിവസം പോകുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. പിന്നെ ഒരു ദിവസം പോവാ. അതാ പറഞ്ഞ അത് വലിയ പ്രശ്നമുള്ളതല്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, മലം കറുത്ത നിറത്തിൽ പോകുന്നുണ്ടോ, മലത്തിൽ കൂടെ ഈ കഫം പോകുന്നുണ്ടോ, മലത്തിൽ കൂടെ രക്തം പോകുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കുക. താങ്ക് യു. സാറേ, നല്ല ഈ മലശോധന കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അനുഷ്ഠിക്കണം? ഒന്ന്, നമ്മൾ പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, കുറേശ്ശെയായിട്ട് കൂടുതൽ തവണകളായിട്ട് കഴിക്കും. ഇപ്പൊ ഞാൻ എന്റെ OP യിലിരുന്ന അല്ലെങ്കിൽ എന്റെ ഓപ്പറേഷൻ കഴിയുന്ന എല്ലാ രോഗികളോടും പറയുന്നത് കുറേശ്ശെ കൂടുതൽ തവണകളായിട്ട് കഴിക്കുക. അത് ഒരു നല്ല ആഹാര രീതിയുടേതാണ്. ഒന്ന്, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ട് കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? വെള്ളം ഒരു 2 ലിറ്റർ വെള്ളം മിനിമം കുടിക്കുന്നതാണ് നല്ലത്. വെള്ളം ധാരാളം കഴിക്കുക. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? കല്യാശ്ശേരി. എന്താ പേരെന്താ? പേര് ബിജു എന്നാണ്. ബിജു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, അമ്മക്ക് വേണ്ടിട്ടാണ്. പറഞ്ഞോളൂ, കേക്കാം. ഇത് വയറ് പോസ്റ്റലാണ് അമ്മേന്റെ. വയറ് പോസ്റ്റും പിന്നെ വയറിങ്ങനെ തിരച്ചു കൊണ്ടല്ലോ. എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇത് 1 വർഷത്തിനടുത്തായി. ഇങ്ങനെ ഗുളിക കുടിക്കുന്നതിന് പിന്നെ സുഖാവും. ഡോക്ടറെ കണ്ടിട്ടുണ്ടോ? മറ്റേ ENTന്റെ ഗുളിക കുടിക്കുമ്പോൾ കൂടുതലാണ്. അത് ശരി. പിന്നെ മരത്തൊക്കെ ഇങ്ങനെ രക്തം പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ? 50-60 വയസ്സ്. എന്തായാലും ഒരു ഡോക്ടറെ, പ്രത്യേകിച്ച് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണണം. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ വയറിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്കാണ് വരുന്നതെങ്കിൽ അത് ഡോക്ടറെ കണ്ടേ മതിയാവൂ. അത് ഒരു പക്ഷേ ക്യാൻസറിന്റെ അതെ ക്യാൻസറിന്റെ ഒരു ലക്ഷണമാവാം കേട്ടോ. അപ്പൊ ഡോക്ടറെ, ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണണം. ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ തന്നെ കാണണം. വയറിന്റെ വിഭാഗത്തിനെ തന്നെ കാണണം. അത് സാറിന്റെ സർവീസ് പെരിയാരത്ത് വന്നാൽ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. സാർ, ഈ മാനസികമായ ടെൻഷൻ ദഹനക്കേട് ഉണ്ടാക്കും? മാനസികമായി ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞല്ലോ. ഈ മാനസികമായ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഒന്ന്, ആസിഡിന്റെ സെക്രേഷൻ കൂടും സ്ട്രെസ്സിൽ. അത് നമ്മുടെ ആസിഡ് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ ഈ സ്ട്രെസ് കൂടുമ്പോൾ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവാം. അത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ചിലപ്പോൾ കൂടുതൽ തവണ മലം പോകുന്നതായിരിക്കാം, ചിലപ്പോൾ മലം പോവാത്തതായിരിക്കാം. കോൺസ്റ്റിപ്പേഷനുമായിട്ടും വരാം. നമ്മൾ മാനസിക പിരിമുറുക്കം വരുമ്പോൾ ചിലപ്പോൾ ആളുകൾ എന്താ പറയുക, ഉള്ളിലോട്ട് വലിയുന്നൊരു നമ്മുടെ റുട്ടീൻ ഭക്ഷണ രീതികളും വെള്ളത്തിലൊക്കെ ദഹന രീതി, അതൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ അതൊരു ദഹനക്കേട്, നിങ്ങൾ പറയുന്ന ഒരു നോർമൽ അല്ലാത്തൊരു ബവൽ ഹാബിറ്റിന് കാരണമാക്കാം. ഈ ചായ കാപ്പി അമിതമായി കഴിക്കുന്നത് ദോഷം ചെയ്യും? ചായ കാപ്പി അമിതമായി കഴിക്കുന്നത്, ചായ ഒരു ഇറിറ്റന്റ് ആണ്. നമ്മുടെ ആമാശയത്തിനും ഇതും ഇറിറ്റന്റ് ആണ്. പക്ഷെ ഒരു അളവിൽ കഴിക്കുന്നത്, പ്രത്യേകിച്ച് ബ്ലാക്ക് ടീ കൂടുതൽ കഴിക്കുന്നത് പ്രത്യേകിച്ചും ദോഷം ഉണ്ടാക്കും. കാപ്പി അതുപോലെ ദോഷം തന്നെ ഉണ്ടാക്കും. കൂടുതൽ കഴിക്കുന്നത് അമിതം വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കാപ്പിയുടെയും ചായയുടെയും കാര്യത്തിലായാലും. അപ്പൊ ഈ നമ്മൾ വയറിന്റെ മൊത്തം ആരോഗ്യത്തിന് വേണ്ടി സാറിന് ഈ പൊതുജനങ്ങൾക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്?
ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ് വേണ്ടത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് കുറേശ്ശെ കൂടുതൽ തവണകളായിട്ട് കഴിക്കുക, വെള്ളം ധാരാളം കഴിക്കുക, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക, ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക, പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. മലം പോണെന്ന് തോന്നുമ്പോഴേ പോവാവൂ, പോണെന്ന് തോന്നുമ്പോൾ പോകണം, അത് പിടിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോഴത്തെ പണ്ടത്തെ പോലെയല്ല, ജോലി സ്ഥലങ്ങളിലൊക്കെ ഈ ബാത്റൂമിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, വളരെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ ബൈജു കുണ്ടിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നിരവധി സംശയങ്ങൾ ചോദിച്ച് ഈ പരിപാടി വിജയപ്രദമായി തീർക്കുക എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയത്ത് കാണാം. നമസ്കാരം.